ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാൻഡൽവുഡ്സ്. കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കഥയ്ക്ക് പോവാം. പതിനേഴ് വയസ്സുള്ള സുധ നൃത്തം ചെയ്യാനായി ചെന്നൈയിൽ നിന്ന് ക്ഷേത്ര നഗരമായ തിരുച്ചിയിലേക്ക് ബസ്സിൽ യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ പ്രസിദ്ധമായ ഗണേശ ക്ഷേത്രത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുന്നതിനെക്കുറിച്ച് അച്ഛനോടും അമ്മോടും ആവേശത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുധ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ് ചെന്നൊരു ട്രക്കിലിടിച്ചു. ബസ്സിൻ്റെ ഡ്രൈവർ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഡ്രൈവറുടെ 2 സീറ്റുകൾ പിന്നിലിരുന്നിരുന്ന സുധയുടെ കാലുകൾ സീറ്റിൻ്റെ അടിയിൽ കുടുങ്ങിയതായി കണ്ടെത്തിയ കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ അവരെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. സുധയുടെ കാലുകളിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് കാലുകളുടെ മോശാവസ്ഥ മനസ്സിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുധ തൻ്റെ കാലുകളുടെ വിചിത്രമായ നിറം ശ്രദ്ധിച്ചു. അപ്പോഴാണ് സുധയ്ക്ക് മനസ്സിലായത് തൻ്റെ കാലുകൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ജീവന് തന്നെ അപകടമാണെന്ന്. മുട്ടിന് 7.5 ഇഞ്ച് താഴെ സുധയുടെ കാലുകൾ മുറിച്ചു മാറ്റി. സുധ തകർന്നു പോയി. സുധയുടെ നൃത്തം ചെയ്യാനുള്ള ആഗ്രഹത്തിന് ഇനി എന്ത് സംഭവിക്കും? 8 വയസ്സുള്ളപ്പോൾ തന്നെ സ്റ്റേജിൽ ആദ്യമായി നൃത്തം അവതരിപ്പിച്ചവർ ഈ അപകടത്തിന് മുന്നേ 75ഓളം പൊതുപ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. തൻ്റെ കാലുകളുടെ ഈ മോശാവസ്ഥ കണ്ട് സുധ അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ച് അച്ഛനോട് ചോദിച്ചു, "അച്ഛാ, എനിക്കെൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ?" ഇത് പറയുമ്പോൾ സുധയുടെ കണ്ണുനീരൊഴുകിയിറങ്ങി. പക്ഷേ അതീര പെൺകുട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കൂന്നുവടികളുടെയും തടി കൊണ്ടുണ്ടാക്കിയ കാലുകളുടെയും സഹായത്തോടു കൂടി സുധ വീണ്ടും നടക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു. തടി കൊണ്ടുണ്ടാക്കിയ കാലുകളുടെ ഭാരം താങ്ങാൻ പറ്റാത്തത്രയുമായിരുന്നു. തൻ്റെ മകളുടെ ഈ മോശാവസ്ഥ കണ്ട് സുധയുടെ അച്ഛൻ സുധയ്ക്ക് വേണ്ടി ഒരു വീൽ ചെയർ വാങ്ങി. അപ്പോഴാണ് സുധ തൻ്റെ ആദ്യത്തെ ലക്ഷ്യം വെച്ചത്. താൻ വീണ്ടും പഴയതുപോലെ നടക്കും. സുധ വീൽ ചെയറിൽ ഇരിക്കാൻ നിരസിച്ചു. അതിന് പകരം തടി കൊണ്ടുണ്ടാക്കിയ കാലുകളുടെ സഹായത്തോടു കൂടി നടക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവസാനം സുധ സാധാരണ പോലെ നടക്കാൻ പഠിച്ചു. സുധയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതെയായി. കാരണം സുധ തൻ്റെ ആദ്യത്തെ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം കൃത്രിമ കാലുകൾ ഭാരമില്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡോക്ടറെ പറ്റി സുധ വായിച്ചു. അപ്പോഴാണ് സുധ തൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം വെച്ചത്. താൻ വീണ്ടും നൃത്തം ചെയ്യും. സുധ ഡോക്ടർക്ക് കത്തെഴുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി ജയ്പൂരിലേക്ക് തിരിച്ചു. ഡോക്ടർ സുധയെ പരിശോധിച്ചതിന് ശേഷം സുധയ്ക്ക് ഉറപ്പ് കൊടുത്തു, സുധയ്ക്ക് പിന്നെയും നടക്കാൻ കഴിയും. സുധയുടെ മുഖം തെളിഞ്ഞു. അപ്പോഴാണ് സുധയുടെ അച്ഛൻ ഡോക്ടറോട് പറയുന്നത്, ഈ അപകടത്തിന് മുന്നേ സുധ ഒരു നല്ല നർത്തകി കൂടിയായിരുന്നു എന്ന്. ഡോക്ടറിന് ആശ്ചര്യം തോന്നി. അപ്പോഴാണ് സുധ ഒരു ഇടറിയ ശബ്ദത്തിൽ ഡോക്ടറോട് ചോദിച്ചത്, "എനിക്ക് ഇനിയും നൃത്തം ചെയ്യാൻ പറ്റും അല്ലേ ഡോക്ടർ?" ഇത് കേട്ട് ഡോക്ടർക്ക് സുധയോട് സഹതാപം തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുധയ്ക്ക് വേണ്ടി ഡോക്ടർ അലൂമിനിയം കൊണ്ട് ഭാരമില്ലാത്തൊരു കൃത്രിമ കാൽ നിർമ്മിച്ചു. തൻ്റെ പുതിയ കാലുകൾ ഉപയോഗിക്കാൻ വേണ്ടി സുധ ആവേശത്തോടു കൂടി മുംബൈയിലേക്ക് മടങ്ങി. പുതിയ കാലുകൾ പഴയ കാലുകളെക്കാളും സൗകര്യമുള്ളതായിരുന്നു. എന്നാലും അത് ഉപയോഗിക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു. മണിക്കൂറുകളോളം നടന്ന് സുധ പുതിയ കാലുകൊണ്ട് നടക്കാനും പഠിച്ചു. ഒരു ദിവസം രാവിലെ ആരും കാണാതെ സുധ തൻ്റെ കാലുകൾ കെട്ടി മുട്ടുകൾ മടക്കി ഒരു നൃത്തച്ചുവട് പരിശ്രമിച്ചു. സുധയുടെ കാലിൽ നല്ല വേദനയുണ്ടായി. എന്നിട്ടും സുധ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഓരോ നൃത്തം കഴിയുമ്പോഴും സുധ സ്വയം ചോദിച്ചു, "എൻ്റെ ഈ ലക്ഷ്യം നടക്കുമോ? ഇതുവരെ ഒരു മുടന്തൻ നൃത്തം ചെയ്തിട്ടുണ്ടോ? അതും ഭരതനാട്യം പോലത്തെ ഒരു നൃത്തം." സുധ വീണ്ടും ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. ഇത്തവണ സുധ തൻ്റെ നൃത്താധ്യാപികയും കൂടെ കൊണ്ടുപോയി. സുധയുടെ ഈ ആഗ്രഹം കണ്ട് ഡോക്ടറിന് അനങ്ങാണ്ടിരിക്കാൻ പറ്റിയില്ല. സുധയുടെ നൃത്താധ്യാപികയോട് സുധയ്ക്ക് കാലുകൾ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി സുധയ്ക്ക് വേണ്ടി ഒരു പുതിയ കാൽ നിർമ്മിച്ചു. പുതിയ കാൽ സുധയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, "എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ ചെയ്തു. ഇനി നിൻ്റെ ഊഴമാണ്." സുധ പുതിയ കാലുകൾ കൊണ്ട് കുതിക്കാനും കറങ്ങാനും താഴെ നിലത്ത് ശരിക്കും പോലെ നിൽക്കാനും പഠിച്ചു. സുധയ്ക്ക് വീണ്ടും നൃത്തം ചെയ്യാൻ മുംബൈയിലെ ഒരു അസോസിയേഷൻ ഒരു അവസരം കൊടുത്തു. സുധ വീണ്ടും നൃത്തം ചെയ്യുന്നത് കാണാൻ സുധയുടെ അച്ഛനും അമ്മയും കുടുംബക്കാരും കൂട്ടുകാരും കാത്തിരുന്നു. സുധ നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കാലില്ലാത്ത ആളാണ് ഈ നൃത്തം ചെയ്യുന്നതെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. സുധ നൃത്തം ചെയ്ത് കഴിഞ്ഞ്
കുടുംബക്കാരുടെ കയ്യടിയും പ്രോത്സാഹനവും കേട്ട് സുധയ്ക്ക് മനസ്സിലായി താൻ തൻ്റെ രണ്ടാമത്തെ ലക്ഷ്യവും നേടി. താൻ നൃത്തം ചെയ്തു. തനിക്ക് ഇനിയും നൃത്തം ചെയ്യാൻ പറ്റും. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് നൃത്തം ചെയ്ത് ലോക പ്രശസ്തി നേടിയ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സുധാ ചന്ദ്രനെ കുറിച്ചാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ എന്തായാലും നമ്മളത് നേടിയിരിക്കും. അപ്പം ഞാൻ ഇതുവരെ ഈ കഥയ്ക്കൊരു പേരിട്ടിട്ടില്ല. അപ്പം നിങ്ങൾ തന്നെ എനിക്ക് ഈ കഥയ്ക്കൊരു നല്ല പേര് സജസ്റ്റ് ചെയ്ത് തരണേ. ഏറ്റവും നല്ല പേര് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.